നമസ്കാരം. പിണറായി സർക്കാർ തുടർഭരണം നേടിയപ്പോൾ തഴയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഇ.പി. ജയരാജന്റെ സ്ഥാനവും. പേരിന് LDF കൺവീനർ എന്നൊരു സ്ഥാനമുണ്ടെങ്കിലും അധികാരത്തിൽ ഇടപെടുന്നതിന് ഇത് എപ്പോഴും ഒരു തടസ്സമായി തന്നെ നിൽക്കുന്നു. പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്തേക്ക് പാർട്ടി ചലിക്കുന്നതുമില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ താൻ ഒതുക്കപ്പെട്ടു എന്ന തോന്നൽ ഇ.പി. ജയരാജനിൽ വളരെ ശക്തം തന്നെയാണ്. M.V. ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയായി നിയമിച്ചതും പിണറായിയുടെ അവഗണനയും മൂലം ഇ.പി.എം രാഷ്ട്രീയ വിരാമമിടുന്നു എന്ന സൂചനയുമായി രംഗത്ത് വരികയാണിപ്പോൾ. തനിക്കെതിരെ പാർട്ടിയിൽ ചർച്ചകൾ നടന്നതിന് പിറകിലെ കാര്യങ്ങൾ അറിയാമെന്നും പാർട്ടിക്ക് ദോഷമാവുമെന്നതിനാലാണ് ഒന്നും പറയാത്തത് എന്നും LDF കൺവീനർ ഇ.പി. ജയരാജൻ പറഞ്ഞു. ഒട്ടനവധി കാര്യങ്ങൾ തനിക്കറിയാം. അതൊന്നും വെളിപ്പെടുത്താത്തത് തന്റെ പാർട്ടിക്ക് ദോഷമുണ്ടാക്കരുത് എന്നുള്ളതിനാലാണ്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ കാരണം പ്രവർത്തിക്കാനുള്ള ഊർജം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് താനെന്നും അദ്ദേഹം പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. മാനസികമായി വലിയ പ്രയാസമുണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു. ഈ അവസ്ഥയിൽ വഹിക്കുന്ന പദവികളോട് നീതി പുലർത്താനാവുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. എല്ലാം മതിയാക്കിയാലോ എന്ന് ആലോചനയിലാണ്. ജീവിതാവസാനം വരെ കഴിയാൻ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതും വാങ്ങി സ്വന്തം കാര്യങ്ങൾ നോക്കി നാട്ടിൽ സുഖമായി ജീവിക്കാം. പഴയതുപോലെ ഊർജ്ജസ്വലമായി പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. സമൂഹത്തിൽ ഇടപെടുന്നില്ല എങ്കിൽ പിന്നെ ആക്ഷേപങ്ങൾ ഉയരുകയില്ലല്ലോ. ജനങ്ങൾക്കിടയിൽ നിന്ന് അവരുടെ അംഗീകാരം വാങ്ങുന്നതാണല്ലോ പ്രശ്നമാവുന്നത്. നാട്ടിൽ വികസനം വരണമെന്ന ലക്ഷ്യത്തോടെ ഒട്ടേറെ സംരംഭങ്ങൾക്ക് മുൻകൈയെടുത്തിട്ടുണ്ട്. അതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിനു പകരം ഇത്തരം കഴിവുകളെ അസൂയയോടെ കാണുന്ന മനോഭാവമുള്ളവർ ഇവിടെയുണ്ട്. അതിന്റെ പേരിലെല്ലാം തനിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഉയർന്നതെന്നും അതിനാൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. കുറച്ചുകാലമായി ഇ.പി. CM-ലെ ഉൾപാർട്ടി പരിപാടികളിൽ അത്രയ്ക്ക് സജീവമല്ല. കരുവന്നൂർ കേസിലടക്കം ഇ.പി.ക്കെതിരെ സതീശനുമായി ബന്ധപ്പെടുത്തി വിവാദങ്ങളും ഉയർന്നിരുന്നു. ഇതിനു പിന്നിൽ പാർട്ടിയിലെ തന്നെ ചിലരാണ് എന്ന നീരസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ രാഷ്ട്രീയം മടുത്തു എന്ന സൂചനയുമായി ഇ.പി. രംഗത്ത് വരുന്നതും. അതേസമയം ഗവർണർ SFI പ്രതിഷേധത്തിലും ഇ.പി. ജയരാജൻ പ്രതികരിക്കുകയുണ്ടായി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് അപമാനമാണെന്നാണ് കണ്ണൂരിൽ പാപ്പിനിശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ ഇ.പി. ജയരാജൻ പറഞ്ഞത്. ഗവർണറെ ഓർത്ത് നാട് ലജ്ജിച്ച് തല താഴ്ത്തുകയാണ് എന്നും ഗവർണർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. റോഡിലിരുന്ന് പ്രതിഷേധിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയിൽ പ്രതികരിക്കുകയായിരുന്നു ഇ.പി. ജയരാജൻ. ഗവർണർ പദവി സംസ്ഥാനത്തിന് ആവശ്യമില്ലാത്തതെന്നും ഗവർണർ റോഡിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് എന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ജനങ്ങളുടെ പ്രതിഷേധമായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗവർണർ റോഡ് തടസ്സപ്പെടുത്തിയത് നിയമലംഘനമാണ് എന്നും കേരളമായതുകൊണ്ടാണ് സുരക്ഷിതമായി റോഡിൽ ഇരിക്കാൻ കഴിഞ്ഞത് എന്നും ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. അമിത്ഷായെ വിളിക്കാൻ പറഞ്ഞത് അല്പത്തരമാണെന്നും ഒരു കുടയും ഇടയ്ക്ക് വെള്ളവും കൊടുത്താൽ മതിയെന്നും കേസെടുക്കണമെന്ന് നിർദ്ദേശം കൊടുക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്നും ഇ.പി. ജയരാജൻ വ്യക്തമാക്കി. കേന്ദ്രം ഗവർണറെ അടിയന്തരമായി തിരിച്ചു വിളിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. റോഡിൽ നിന്നാണോ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും വിളിക്കേണ്ടത് എന്നും ഇ.പി. ജയരാജൻ ചോദിച്ചു. ഗവർണർ കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത് എന്നും പ്രതിപക്ഷ നേതാവിന്റെ ഉപദേശം ഗവർണർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു.